ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സൗണ്ടിനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമയം 5 മണിയാണ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസം നമുക്ക് രാവിലെ ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്, ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എണീറ്റതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് വരും മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ് ചെയ്യണത്, തലേ ദിവസം ആയതുകൊണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ പനിയില്ല അപ്പോൾ, പക്ഷേ നല്ല ജലദോഷമുണ്ട്, മൂക്കിങ്ങനെ അടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സൗണ്ടിനൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. യെസ് കണ്ടാ സത്യം. അപ്പോൾ ഞാനൊന്ന് മേല് കഴുകി രാവിലെ കേട്ടോ. ഇന്നലെ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇന്ന് ഹെയർ വാഷ് ചെയ്യാൻ നിന്നില്ല, എന്തായാലും നാളെ ഹെയർ വാഷ് ചെയ്യണമല്ലോ കല്യാണമായിട്ട്. അപ്പോൾ ഇന്ന് ഹെയർ വാഷ് ചെയ്യാൻ വിചാരിച്ചു. അപ്പം ഞാൻ മേല് കഴുകിയിട്ട് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരുമല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലേസിലെ ചേച്ചി തന്നെയാണ് എനിക്ക് തലേ ദിവസം മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ. സോ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവരെ. അപ്പോൾ ഞാൻ മാക്സിമം ഇന്ന് വ്ളോഗ് എടുക്കാൻ നോക്കാം, തലേ ദിവസത്തെ ഫംഗ്ഷനും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും ഇന്ന് മൈലാഞ്ചി ഇടും വൈകിട്ട്. അതൊക്കെ ഞാൻ മാക്സിമം ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അങ്ങനെ എന്താ എൻ്റെ മേക്കപ്പൊക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാരണം കൂടുതലും എൻ്റെ ഒരു കസിനാണ് വീഡിയോ എടുത്തത്. പിന്നെ മേക്കപ്പ് ചെയ്യുന്ന ഭാഗമൊക്കെ ഞാനാണ് കേട്ടോ, ഒറ്റയ്ക്കാണ് കേട്ടോ എടുത്തത്. അപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്ത് തരുന്നത് ലീവ ബ്യൂട്ടി ലോഞ്ചിലെ ദിവ്യ ചേച്ചി തന്നെയാണ്. എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ് കേട്ടോ എനിക്ക് വർക്ക് ചെയ്യണത്. അങ്ങനെ നമ്മൾ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്ത സെയിം മേക്കപ്പാണ് കേട്ടോ എനിക്ക് ചെയ്ത് തന്നത്. സെയിം മേക്കപ്പ് ആൻഡ് സെയിം ഹെയർ സ്റ്റൈലാണ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ഫേസ് ഗ്ലോ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നന്നായിട്ട് ഫേസ് ഗ്ലോ ആവുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കളരിയിലൊക്കെ പോയി തൊഴുതു. പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള കുറുമ്പൂർ മനയിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എൻ്റെ സിംഗിൾ ഫോട്ടോസും സിംഗിൾ വീഡിയോ ഒക്കെ എടുത്തു. എനിക്ക് പിന്നെ തൊട്ടടുത്തുള്ള മന ഉണ്ടെങ്കിൽ വേറെ ലൊക്കേഷൻ നോക്കി പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. എപ്പോഴും ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മെയിനായിട്ട് കൂടുതലും ഇവിടേക്ക് തന്നെയാണ് ഓടി വരാറുള്ളത് കേട്ടോ. കാരണം എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിലെ മനയാണ് കുറുമ്പൂർ മന. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടോ. വീട്ടിൽ അപ്പോഴേക്കും ഗസ്റ്റൊക്കെ എത്തണേ ഉണ്ടായിരുന്നുള്ളൂ. 10 മണിക്കാണ് പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു 11:30 ആയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ വർക്കിംഗ് ഡേ ആയ കാരണം കുറേ പേരൊന്നും വരാൻ പറ്റിയില്ല, കുറേ പേർക്ക്. കാരണം എനിക്ക് തോന്നുന്നു തേഴ്സ്ഡേയോ വെനസ്ഡേയോ അങ്ങനെ സംതിങ് ആയിരുന്നു നമ്മുടെ ഇത് ചടങ്ങുണ്ടായിരുന്നു, ദക്ഷിണ ഉണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും കുറേ പേർക്കൊന്നും വരാൻ പറ്റിയില്ല, എന്നാലും കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്ത് ഇറങ്ങിയിട്ട് നല്ല ഫോട്ടോസും നല്ല വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് നോക്കുകയാണെങ്കിൽ സ്കേർട്ട് ആൻഡ് ടോപ്പാണ്, ദുപ്പട്ട ഞാൻ പെയർ ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ച ഒരു സംഭവമാണ്. അപ്പോഴേ ഉണ്ടായിരുന്നു ഈ ഒരു സാരി, പക്ഷെ അപ്പം ഞാനിത് എടുത്തില്ല, അന്ന് ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി അല്ലോ. അപ്പോൾ അത് പട്ടുപാട് ഇതുപോലെയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. പിന്നെ അപ്പോഴേക്കും നമ്മളിത് ആ വീട്ടിലെത്തിയിട്ടുണ്ട്. ദക്ഷിണയ്ക്ക് മുൻപായിട്ട് നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തു കേട്ടോ. ആദ്യം അച്ഛനും അമ്മേനായിട്ടാണ് എടുത്തത്. അച്ഛൻ ഇന്ന് കുർത്തയാണ് കേട്ടോ ഇട്ടേക്കണം. അച്ഛൻ അങ്ങനെ കുർത്ത ഇടാറില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് അച്ഛൻ വെഡ്ഡിങ്ങിനൊക്കെ കുർത്ത ഇടുന്നത് കേട്ടോ, വെഡ്ഡിങ് ഫംഗ്ഷൻസിനൊക്കെ. അമ്മ സെറ്റ് സാരിയാണ്, എല്ലാവരും സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാനൊരു വെറൈറ്റിക്ക് ഗോൾഡ് ആക്കിയെന്നേ ഉള്ളൂ. എൻ്റെ വീട്ടിലുള്ള എല്ലാ ഫംഗ്ഷൻസിനും ബ്രൈഡ് സെറ്റ് മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരിയാണ് കൊടുക്കാറുള്ളത്, അല്ലെങ്കിൽ വൈറ്റ് കളർ എന്തെങ്കിലും. പക്ഷേ ഞാനൊരു വെറൈറ്റിക്ക് ഗോൾഡ് ആൻഡ് പിങ്കിൽ പിടിച്ചു കേട്ടോ. അപ്പോഴെങ്കിൽ മനുവാട്ടനും ചേച്ചി എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോ എടുക്കലായിരുന്നു. കുക്കുവിനെ നമ്മൾ ബോർഡിങ്ങിലൊന്നും ആക്കിയിട്ടില്ല കേട്ടോ കല്യാണത്തിന്. കുക്കുവിനെ നമ്മൾ വീട്ടിൽ തന്നെ ആക്കി. കുക്കുവിൻ്റെ കൂടെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇത് മനുവാൻ്റെ ഫാമിലിയാണ് കേട്ടോ, അച്ഛനും അമ്മയും. പിന്നെ അതാ എൻ്റെ മുത്തശ്ശൻ, അച്ഛമ്മ, അച്ഛമ്മയുടെ അനിയൻ. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരുമായിട്ട് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അതാ വല്യമ്മയും വല്യച്ഛനൊക്കെ വന്നു, അവരുമായിട്ടും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. എല്ലാവരുമായിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ ദക്ഷിണ തുടങ്ങിയത് കേട്ടോ, ദക്ഷിണ കൊടുക്കൽ തുടങ്ങിയത്. അപ്പോഴേക്കും ഇതാ വല്യമ്മയുടെ മോളും ഹസ്ബൻഡും മോനും ഉണ്ടായിരുന്നു. അപ്പോൾ അവനായിട്ടും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറേ നേരമായി ഇരിക്കുന്നു, കുറേ ദിവസങ്ങളായിട്ട് ഇരിക്കുന്നതാണ് എഡിറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ എനിക്ക് ഒന്നിനും ടൈം കിട്ടുന്നില്ല കേട്ടോ. ഞാൻ മുൻപേ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോസാണ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്തോ ഒന്നിനും ടൈം കിട്ടുന്നില്ല. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം വിരുന്ന്, അതിനുശേഷം പിന്നെ നമ്മൾ 2 ദിവസം ചെറായിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്താണ് കേട്ടോ, ഇൻ്റർനാഷണൽ ട്രിപ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ചെറിയച്ഛൻ ഫാമിലി ഫോട്ടോ എടുത്തു. പിന്നെ മുത്തശ്ശൻ്റെ അനിയനും കൂടെ ഫാമിലി ഫോട്ടോ എടുത്തു. ഇത് അമ്മൂമ്മയുടെ അനിയത്തിയാണ് കേട്ടോ സേലുള്ളത്. പിന്നെ അമ്മൂമ്മനും മുത്തശ്ശനായിട്ട് ഫാമിലി ഫോട്ടോ എടുത്തു. പിന്നെ സ്നേഹയുടെ കൂടെ എടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലെ സ്നേഹയുടെ കല്യാണം മാത്രമേ ഉള്ളൂ, എല്ലാവരും കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റിന് സ്നേഹയാണ് കേട്ടോ. എപ്പോഴാണ് എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും സ്നേഹയുടെ കൂടെ സ്നേഹയാണ് ഈ ഒരു ദക്ഷിണയുടെ വ്ളോഗ്
ഓൾമോസ്റ്റ് ഒരു 80% കവർ ചെയ്തത് സ്നേഹയാണ് കേട്ടോ. ഞാൻ അവളുടെ കയ്യിലാണ് ഫോൺ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ നിന്ന് അഞ്ചേച്ചി, അതുപോലെ തന്നെ അജിയേട്ടൻ, അച്ഛൻ്റെ ചേച്ചി, ഹസ്ബൻഡ്, മോൻ, അഞ്ചേച്ചിയുടെ ഹസ്ബൻഡ് ഫാമിലിയിൽ നിന്ന് ഹസ്ബൻഡ് അച്ഛനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുമായിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിലെ കസിൻസിനായിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ മനുവിൻ്റെ അച്ഛൻ്റെ അമ്മേനായിട്ട് സിംഗിൾ ഫോട്ടോ ഒക്കെ എടുത്തു. സിംഗിൾ അല്ല, സോറി, ഞങ്ങൾ മൂന്നാളും കൂടി ഫോട്ടോ എടുത്തു. പിന്നെ ഇത് അച്ഛമ്മയുടെ അനിയനും വൈഫാണ്. ഇവർ കോയമ്പത്തൂരുള്ളതാണ് കേട്ടോ. അവരുമായിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ ഇത് നമ്മുടെ ഫോറിനർ, നമ്മുടെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് അങ്ങ് ബെൽജിയത്തിൽ നിന്ന് വന്നതാണ് കേട്ടോ. പിന്നെ ഇത് മനുവിൻ്റെ ഫാമിലിയിലുള്ള മെമ്പേഴ്സാണ്. പിന്നെ ഇത് നമ്മുടെ കല്യാണം കൂടാൻ വേണ്ടി അങ്ങ് മുംബൈയിൽ നിന്ന് വന്നതാണ്. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ മേക്കപ്പ് ചെയ്ത ദിവ്യ ചേച്ചിയും പിന്നെ എൻ്റെ വീണ കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ കഴിയാറായി. ഇതൊക്കെ അമ്മൂമ്മയുടെ അനിയത്തിയും ഫുൾ ഫാമിലിയാണ് കേട്ടോ. ഫാമിലി ഫോട്ടോ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ദക്ഷിണ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. കാരണം അപ്പോഴേക്കും ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതും നമ്മുടെ കല്യാണത്തിനൊക്കെ ആയിട്ടും അതുപോലെ തന്നെ കളരി പഠിക്കാനൊക്കെ ആയിട്ട് വന്ന ബെൽജിയത്തിൽ നിന്ന് വന്ന ഒരു ആൻറ്റിയാണ്. ഇത് മുത്തശ്ശൻ്റെ അനിയത്തി ആൻഡ് ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ദക്ഷിണ കൊടുക്കൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ചിലവർ കല്യാണത്തിന് അന്ന് രാവിലെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലവർ ഇതുപോലെ തലേ ദിവസം അല്ലെങ്കിൽ തലേൻ്റെ തലേ ദിവസമൊക്കെ അല്ലെങ്കിൽ തലേ ദിവസം വൈകിട്ടൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ തലേ ദിവസം രാവിലെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അമ്മ എല്ലാം പറയൊക്കെ നിറയ്ക്കുന്നുണ്ട്. ഞാനും ചേച്ചിയും മനുവാണ്ടും അച്ഛനൊക്കെ ബാക്കിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. യെസ്, അച്ഛൻ ഞാൻ കുർത്തിട്ടിട്ട് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല കളറും റെഡ് കളറാണ് കേട്ടോ അച്ഛൻ്റെ കുർത്ത. നല്ല കളറാണ് കേട്ടോ. അച്ഛൻ കല്യാണത്തിനും കുർത്ത തന്നെയാണ് വെയർ ചെയ്യണത്, ദക്ഷിണയ്ക്കും കുർത്ത തന്നെയാണ് വെയർ ചെയ്യണത് കേട്ടോ. അങ്ങനെ നമ്മൾ ദക്ഷിണ കൊടുക്കൽ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അതാ ഫൈനലി ദക്ഷിണ കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ സദ്യയൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മുത്തശ്ശൻ്റെ അനിയനും അനിയൻ്റെ ഫാമിലിയും കൂടിയിട്ട് എനിക്കൊരു കൈ ചെയിൻ ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ദക്ഷിണയ്ക്ക് മുൻപ് ഇടിച്ചതാണ് കേട്ടോ. ഈ ഒരു ക്ലിപ്പ് ഇപ്പോൾ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ദക്ഷിണയ്ക്ക് മുൻപേ എനിക്ക് അവർ ഇടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കൈ ചെയിൻ. പിന്നെ നമ്മളിത് ആ സദ്യ കഴിക്കാനിരുന്നു. ഇതാണ് എനിക്ക് ഇന്ന് മൈലാഞ്ചി ഇട്ട് തരുന്ന കുട്ടി കേട്ടോ. ഇവളാണ് എനിക്കിന്ന് മൈലാഞ്ചി ഇട്ട് തരുന്നത്. ഇതെൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് റെജുലി ആൻറ്റി. അമ്മയും വലിയമ്മയും റെജുലാൻ്റെയൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ. പിന്നെ എന്താ ചെറിയമ്മ നടുക്കിലിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദക്ഷിണ കൊടുക്കൽ ചടങ്ങ് കഴിഞ്ഞു. ഇനി മൈലാഞ്ചി ഇടണം, അതിന് വേണ്ടി ഇരിക്കണം. അതുകൊണ്ട് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആവണം. അതുകൊണ്ട് മുന്നേ ഞാൻ എൻ്റെ മേക്കപ്പ് ഔട്ട്ഫിറ്റൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് റൂമിൽ പോയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് ആൻഡ് മേക്കപ്പ് നിങ്ങളെ കമൻറ്റ് ചെയ്യണം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കല്യാണത്തിൻ്റെ വ്ളോഗ്സ് ആയിരിക്കും. അപ്പോൾ വ്ളോഗ്സ് ഒന്നും ആരും മിസ് ചെയ്യേണ്ട, വഴിയെ എല്ലാ വ്ളോഗ്സും ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ലവ് യു ഓൾ.